പുരുഷ കമ്മീഷൻ വേണ്ട എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. സ്ട്രോങ് അഭിപ്രായം. എന്തുകൊണ്ട് ആർക്ക് വേണ്ടി, ആരെ സംരക്ഷിക്കാൻ വേണ്ടി? പുരുഷന്മാരെ സംരക്ഷിക്കാൻ. ഈ ഫ്രാങ്കോ മുളക്കലിനെ പോലത്തെ ആളുകളെയോ അതല്ല. അതേപോലെ നമുക്ക് കുറെ കണക്കുകൾ പറയാൻ പറ്റും. രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളെ നിരവധി പേര് നമുക്ക് പറയാം. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ എന്റെ അഭിപ്രായം, നമുക്കറിയാം നൂറ്റാണ്ടുകളായി പ്രാചീന കാലം തൊട്ടേ സ്ത്രീകൾ ഒരുപാട് ദുരിതങ്ങളും അടിമത്വവും അനുഭവിച്ചു വന്നവരാണ്. അങ്ങനെയാണ് നമ്മളെ ഒരു ഭരണഘടന രൂപം കൊള്ളുന്നത്. ഭരണഘടന രൂപം കൊള്ളുന്ന സമയത്ത് അത് വളരെ ഗൗരവമായി അതിൽ പറഞ്ഞത് 14-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നുണ്ട് സ്ത്രീകൾ സുരക്ഷിതത്വം, തുല്യതയൊക്കെ. അതിലും ഈ ഭരണഘടനാ നിർമ്മാതാക്കൾ അതും കൂടി പോയി 15-ാമത്തേതൊന്ന് വെച്ചു. ആ 15-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത് സ്റ്റേറ്റിന് അത് പോരാ, ഇങ്ങനെ ഒരു പിന്നെ വെറുതെ പറയുന്ന ഒരു നിയമം പോരാ, സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കണം. 15-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത്. അതിനും പറയുമ്പോൾ 42-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ത്രീയോട് മോശമായ രീതിയിൽ പെരുമാറരുത് എന്നുള്ള രീതിയിൽ അവരെ ആത്മാഭിമാനത്തെയോ അന്തസ്സിനെയോ ഹനിക്കുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള നിലപാടും നമ്മുടെ സമൂഹം എടുക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ വെക്കുന്നത്, വെറുതെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാങ്കോ മുളക്കൽ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇവർ കമ്മീഷൻ ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ. ഈ കമ്മീഷനിൽ അവർ പീഡിപ്പിച്ച ആളുകളെയൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുന്നു വിചാരിച്ചോ, ആ അവസ്ഥ എന്തായിരിക്കും? ഫ്രാങ്കോ മുളക്കൽ കേസ് മാത്രമായിരിക്കും ഇതിൽ വരിക. അല്ല, ഫ്രാങ്കോ മുളക്കലിനെ കോടതി നിരപരാധി എന്ന് പ്രഖ്യാപിച്ച ആളെ പോലും ഇത്ര അപമാനിച്ച് പറയാൻ കഴിയുന്നതും ആ സ്ത്രീയുടെ പേര് പോലും ഞങ്ങൾ ആരും പറയാത്തതും തന്നെയാണ് പുരുഷ കമ്മീഷൻ വേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യം. ഫ്രാങ്കോ മുളക്കൽ നിരപരാധിയാണെന്ന് കോടതി വിദേശ രാജ്യങ്ങളിലടക്കം ഉള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ശ്രീ രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ, ശ്രീ രാഹുൽ മാങ്കൂട്ടമായിക്കോട്ടെ, ഫ്രാങ്കോ മുളക്കലായിക്കോട്ടെ, ഒരാളെ കുറ്റവിചാരണയ്ക്ക് ശേഷം നിരപരാധിയാണെന്ന് വിടുന്ന ഒരു അവസരം. അവിടെ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇവരുടെ പേര് നമ്മൾ പറയുന്നുണ്ട്. അതിജീവിത മാർഗ്ഗം കിട്ടുന്ന ഒരു പ്രൈവസി, ആ സപ്പോർട്ട് ഇവിടെ പ്രതികളായവർക്ക് പിന്നീട് കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ കിട്ടുന്നില്ല. അതിന്റെ ഉത്തരം ഒരു സൈഡിൽ XX ഇടുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഇവരുടെ പേരുകൾ YY ആക്കി കൂടാ? പുരുഷന്റെ പ്രൈവസി, നിരപരാധികളായ പുരുഷൻ സൂക്ഷിക്കേണ്ടത് ഈ സുപ്രീം കോടതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.